ഈ വർഷത്തെ ISROയുടെ ആദ്യ ദൗത്യമായിരുന്നു PSLV C-62. പക്ഷേ ആ ദൗത്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ, ദൗത്യം പൂർണ്ണ വിജയമായില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ദൗത്യത്തിന് മൂന്നാം ഘട്ടത്തിൽ സാങ്കേതിക പിഴവുണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ വർഷവും ഇതേ ദൗത്യം മറ്റ് ചില കാരണങ്ങളെ തുടർന്ന് പരാജയമായിരുന്നു. അതിന് പിന്നാലെയാണ് PSLV C-62 ഇന്നിപ്പോൾ 10:17 വിക്ഷേപിച്ചത്. പക്ഷേ അതിൽ ചില അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, ദൗത്യം പരാജയമായി എന്നാണോ വിവരങ്ങൾ? ISRO പുതുവർഷത്തിൽ ആദ്യമായി വിക്ഷേപിച്ച PSLV C-62ന്റെ മൂന്നാം ഘട്ടമാണ് പരാജയത്തിലേക്ക് പോയത്. അതിൽ സാങ്കേതിക പിഴവുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ആദ്യം പൂർണ്ണ വിജയം എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നെങ്കിലും മൂന്നാം ഘട്ടമായപ്പോൾ അതിന്റെ വിക്ഷേപണത്തിൽ പലതരത്തിലുള്ള സാങ്കേതിക അനിശ്ചിതത്വം നേരിടുകയായിരുന്നു. അന്വേഷ ഉൾപ്പെടെയുള്ള 16 ഉപഗ്രഹങ്ങളുമായിട്ടാണ് PSLV C-62 ആകാശത്തേക്ക് കുതിച്ചുയർന്നത്. അന്വേഷ പ്രത്യേക തരത്തിലുള്ള ഉപഗ്രഹമാണ്. പലതരത്തിലുള്ള സാങ്കേതികപരമായ അടിസ്ഥാനത്തിലാണ് ഈ പ്രാവശ്യം PSLV C-62 അണിയിച്ചൊരുക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം ഉദിച്ചുയർന്ന PSLV C-61 അത് പരാജയമായിരുന്നു. പക്ഷേ എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയോടുകൂടി കുതിച്ചുയർന്ന റോക്കറ്റാണ് മൂന്നാം ഘട്ടമായപ്പോൾ പരാജയം നേരിടേണ്ടി വന്നത്. ഇന്ത്യൻ സമയം 10:17 ആയപ്പോഴാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ഒന്നാം വിക്ഷേപണ പാഡിൽ നിന്ന് റോക്കറ്റ് കുതിച്ചുയർന്നത്. PSLVയുടെ 64ാമത്തെ പറക്കലാണ് ഇത്. 63ാമത്തെ പറക്കൽ പരാജയമായിരുന്നു. ഇതിനെ തുടർന്ന് പലതരത്തിലുള്ള സാങ്കേതിക തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചാണ് PSLV C-62 അണിയിച്ചൊരുക്കിയതും അതിന്റെ വിക്ഷേപണം നടത്തിയതും. പക്ഷേ ഇത് പരാജയത്തിലേക്ക് പോവുകയായിരുന്നു. കഴിഞ്ഞ വർഷവും ഈ ദൗത്യം ഉണ്ടായിരുന്നല്ലോ, PSLV C-61. അതും പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അന്നും സാങ്കേതിക പിഴവ് തന്നെയായിരുന്നു കാരണമായത്. വിഷ്ണു, അത് ആവർത്തിക്കുകയാണോ ഇത്തവണ ചെയ്തത്? PSLV C-64ാമത്തെ പറക്കലിൽ ഇപ്പോൾ മൂന്നാം ഘട്ടം മാത്രമാണ് പരാജയപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ 2 ഘട്ടം വലിയ തരത്തിൽ വിജയമായിരുന്നു. ആദ്യം പൂർണ്ണ വിജയം എന്ന തരത്തിൽ വാർത്തകളൊക്കെ വെളിയിൽ വന്നെങ്കിലും അത് മൂന്നാം ഘട്ടത്തിൽ സാങ്കേതിക പിഴവുകൾ ഉണ്ടായെന്ന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിവരം പുറത്തു വരികയായിരുന്നു. 63ാമത്തെ പറക്കൽ പരാജയപ്പെട്ട PSLV C-62ന്റെ ദൗത്യത്തിൽ തിരിച്ചെടുക്കാമെന്ന തരത്തിലായിരുന്നു ഇതിന്റെ കുതിപ്പ് ഉൾപ്പെടെ നടത്തിയത്. PSLV C-61ലാണ് പരാജയം നേരിട്ടത്. അന്ന് വലിയ തരത്തിലുള്ള ISROയുടെ പുതുവർഷത്തെ ആദ്യ ദൗത്യം അത് നിരാശയാണ് നൽകിയിട്ടുള്ളത്.